ആയിരക്കണക്കിന് ജീവനക്കാരെ ആമസോൺ പിരിച്ചുവിടാൻ തീരുമാനിച്ചത് പോയ വാരമാണ്. ആഗോളതലത്തിൽ AI സൃഷ്ടിച്ച പ്രത്യാഘാതമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. ഇനിയും സമാനമായ ചിത്രം വ്യത്യസ്ത രാജ്യങ്ങളിൽ നടക്കാനിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലായിരുന്നു റിയാദിൽ ഗ്ലോബൽ ലേബർ മാർക്കറ്റ് കോൺഫറൻസ് സംഘടിപ്പിച്ചത്. എന്തായിരുന്നു അതിൻ്റെ ഉള്ളടക്കം? 16,000 പേരെ കൂടി പിരിച്ചുവിടാൻ ആമസോൺ തീരുമാനിച്ചൊരു വാരമാണ് പോയത്. ലോകത്തുടനീളം AI കടന്നു വന്നപ്പോൾ ഉള്ള ട്രെൻഡാണിത്. വ്യവസായം, ഖനനം, ട്രേഡിംഗ്, ഊർജം തുടങ്ങി വൈവിധ്യമാർന്ന മേഖലയിലേക്ക് AIയുടെ കടന്നുവരവ് തുടരുകയാണ്. ഇത് തൊഴിലില്ലായ്മ പ്രശ്നം നിലനിൽക്കുന്ന മാർക്കറ്റുകളെ അതിവേഗം ബാധിക്കുന്നുമുണ്ട്. ടെക്നോളജിയിലും അതിന്റെ പ്രതിഫലനം കാണാം. ഇന്നും 3 പതിറ്റാണ്ട് മുന്നേയുള്ള സിലബസ് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള നാട്ടിൽ അത് അത്ഭുതമാകില്ല. പക്ഷേ AI ഉൾപ്പെടെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ, ഒപ്പം ആഗോളതലത്തിൽ തന്നെ തൊഴിൽ വിപണിയിൽ കാണുന്ന സമ്മർദ്ദം, ഇത് മുന്നറിയിപ്പായി ഓരോ രാജ്യത്തിനും മുന്നിലുണ്ട്. സൗദി അറേബ്യ ഉൾപ്പെടെ ഇത് മുൻകൂട്ടി കണ്ടാണ് സൗദിവൽക്കരണം വ്യാപിപ്പിക്കുന്നത്. വരാനിരിക്കുന്ന തൊഴിൽ നഷ്ടങ്ങൾ മുൻകൂട്ടി കണ്ട്. അതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുകയുമില്ല. നേരിടാൻ പോകുന്ന പ്രതിസന്ധി പ്രവാസികളായാലും സൗദികളായാലും മറ്റൊന്നാണ്. അപ്സ്കിൽ സ്ട്രാറ്റജികളുടെ പോരായ്മ മുതൽ വിപണിയിലെ ട്രെൻഡുകൾ തിരിച്ചറിയാതെ പോകൽ. ഇത് മുന്നിൽ വെച്ചൊരു സമ്മേളനമായിരുന്നു റിയാദിൽ ഇത്തവണ നടന്ന ഗ്ലോബൽ ലേബർ മാർക്കറ്റ് കോൺഫറൻസ് അഥവാ GLMC. AI ആഗോള വിപണിയിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം, ഫ്ലെക്സിബിൾ തൊഴിൽ സാധ്യതകൾ, ഡിജിറ്റൽ തൊഴിലവസരങ്ങൾ, ഈ പശ്ചാത്തലങ്ങളിലേക്ക് തൊഴിലാളിയെ ഒരുക്കൽ എന്നിങ്ങനെ വിവിധ വിഷയങ്ങളായിരുന്നു ഈ സമ്മേളനത്തിലെ ചർച്ചകൾ. AI മേഖലയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ സംബന്ധിച്ച് AI റിക്രൂട്ടിംഗ് മേഖലയിലെ കെൻ CEO പറയുന്നത് ഇതാണ്. Well, the labor market right now worldwide is under a lot of pressure because AI is reducing a lot of jobs and also because we live in a bubble. So a lot of companies are reducing their budgets and hiring less. GLMC is bringing a lot of speakers and perspectives together, ministers across different countries, and speaking about the potential that we have and the investments in upskilling. So what we're learning here through GLMC and what I've learned today is the specific sector-based programs for upskilling people, like in minerals and industry, in human resource and social development, in tourism, that will allow the employees of corporations to know what skills they need to focus on and how to obtain these skills in order to be competitive in the future and where to land these jobs. It's hard to get this outside of being in a room like here and hearing it from the decision makers themselves. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ സമ്മേളനത്തിലെത്തി. 40 രാജ്യങ്ങളിലെ തൊഴിൽ മന്ത്രിമാർ, തൊഴിൽ വിപണിയിലെ കോർപ്പറേറ്റുകൾ, റിക്രൂട്ടിംഗ് കമ്പനികളിലെ വമ്പന്മാർ, AI രംഗത്തെ പ്രമുഖർ എന്നിങ്ങനെ പോകുന്നു അവരുടെ നിര. ഒപ്പം ഈ രംഗത്ത് നയങ്ങൾ തീരുമാനിക്കുന്നവർ, ശാസ്ത്രീയ വിശകലനം നടത്തുന്നവർ, ഡാറ്റ അനലിസ്റ്റുകൾ എന്നിവരും ചേർന്നു. Saudi is at the forefront of many current topics like artificial intelligence and many trends. And I think what Saudi does in a phenomenal way is bringing leading thinkers from all over the world here to the kingdom, benefiting from that knowledge and thereby really driving the agenda here in Saudi to be at the forefront of what happens in the next decade. 2 ദിവസത്തെ സമ്മേളനം തൊഴിൽ മേഖലയും സേവനങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിലെ കമ്പനികളുമായി സൗദി അറേബ്യ 45ലധികം ധാരണാപത്രങ്ങളും സഹകരണ കരാറുകളും ഒപ്പുവെച്ചു. അവയിൽ പ്രധാനപ്പെട്ടവ ഇപ്രകാരമാണ്. 1. തൊഴിൽ മേഖലയിലെ സ്കില്ലുകളുടെ അംഗീകാരവും
രാജ്യങ്ങൾക്കിടയിലുള്ള മാറ്റവും എളുപ്പമാക്കുക. AI-യെ ഉത്തരവാദപരമായി ഉപയോഗിക്കാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. ഡാറ്റ ഉപയോഗിച്ച് തൊഴിലവസരങ്ങളുടെ പുതിയ മേഖലകളെ കണ്ടെത്തുക. സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടാൻ പ്ലാനിംഗ് മെച്ചപ്പെടുത്തുക. അതിവേഗത്തിൽ ജെൻസി തൊഴിലുകൾ വിടുന്നുണ്ട്. ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്തി സ്ട്രാറ്റജികൾ തയ്യാറാക്കുക. എല്ലാ കൺട്രീസിലും വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കിപ്പം ജോബ് കിട്ടില്ല എന്നുള്ളത്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരുപാട് അൺഎംപ്ലോയ്മെൻറ്റ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട്. അപ്പം അതെങ്ങനെ നമുക്ക് തരണം ചെയ്യാം, അതായത് നമ്മൾ പഠിക്കുന്ന റൈറ്റ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഈ ഒരു നമുക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു ജോബ് കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് റൈറ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതിനൊക്കെ പറ്റിയാണ് ഈ ഒരു സെഷൻ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഇനി വരുന്ന നമ്മുടെ എംപ്ലോയീസിനാണെങ്കിലും നമുക്ക് എങ്ങനെ അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ എംപ്ലോയീസിന് നല്ല നല്ല സ്കില്ല് ട്രെയിനിങ് കൊടുക്കാം എന്നതും കൂടെ ഈ ഒരു സെഷന് അറ്റൻഡ് ചെയ്തപ്പോൾ അത് മനസ്സിലായിട്ട്. അപ്പം നമ്മളൊരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി അല്ലെങ്കിൽ PG എന്നത് വരെയാണ്. നമ്മളത് പഠിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്താണ് ശ്രമിക്കുന്നില്ല. അപ്പോൾ നമ്മളെന്താണ് അതിന് വേണ്ടിയിട്ട് ഒരു ടൈം കണ്ടെത്തുക. അതേപോലെ തന്നെ AI കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, ഇപ്പം പല കാര്യങ്ങളാണെങ്കിലും ഇപ്പം ഞാൻ പോലെ ആണെങ്കിലും ഇപ്പോൾ പല കാര്യങ്ങളും ChatGPT യൂസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിവ് എന്ത് പണിയാം, നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി ചെയ്യാന്നുള്ള രീതിക്കാണ് നമുക്ക്. ടൂറിസം, വ്യവസായം എന്നിങ്ങനെ വ്യത്യസ്ത മേഖലയിൽ സൗദിയിൽ അവസരങ്ങൾ ഏറെയാണ്. ഈ പശ്ചാത്തലത്തിൽ മികച്ച നിലവാരമുള്ളവരെ കണ്ടെത്തലും പ്രധാന ഉദ്യമമായി രാജ്യം കാണുന്നു. അതിനെ തൊഴിൽ വിപണിയിൽ മെച്ചപ്പെട്ട അന്തരീക്ഷം ഒരുക്കണം. I think with this whole Vision 2030, a lot of advancement in AI and policy changes, basically the pulse of the hour is being spoken about, and other regions are also catching up to these same topics, which is a surprising fact that Saudi has taken this initiative and called the who's who in the industry to speak about the current hot topics. ഇൻഫോർമൽ എക്കോണമി, ക്രൈസിസ് കാലത്തെ തൊഴിൽ ശക്തി, തൊഴിൽ ഗുണനിലവാരം എന്നിവയെക്കുറിച്ചും ചർച്ചകളുണ്ടായി. യുവാക്കളുടെ തൊഴിലില്ലായ്മ, തൊഴിലാളികളുടെ മാറ്റം, ടെക്നോളജിയുടെ ഉപയോഗം എന്നിവ പരിഹരിക്കാൻ ലോകരാജ്യങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രധാന വേദി കൂടിയാണ് GLMC. I'm the founder of KENS, an AI recruiter here in Saudi Arabia supporting 1 million job seekers in the country. And the experience has been extraordinary. The quality of the people that you meet, all from policy to practitioners to the large corporations to non-profits, and each person bringing their perspective together allows you to really understand where we're headed and where the opportunities lie in the kingdom. 2 ദിന സമ്മേളനം വൈവിധ്യമാർന്ന വിഷയങ്ങളിലൂന്നിയായിരുന്നു. തൊഴിൽ മേഖലയെ സ്ട്രാറ്റജിക്കലി ചർച്ച ചെയ്ത സമ്മേളനത്തിൽ മീഡിയ വൺ മാധ്യമ പങ്കാളിയായിരുന്നു. സൗദിയിലെ ഭരണകൂടവുമായി നേരിട്ട് ചേർന്നുള്ള മീഡിയ വണ്ണിന്റെ 5ാമത്തെ മാധ്യമ പങ്കാളിത്തമായിരുന്നു ഇത്. മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളിൽ വളരെ വലിയ ഒരു സ്വാധീനമാണ് മീഡിയ വണ്ണിനുള്ളത്. മീഡിയ വണ്ണിനെ ഈ അർത്ഥത്തിൽ വളർത്തിയിട്ടുള്ളതും പ്രവാസികളാണ്. അതോടൊപ്പം തന്നെ പ്രവാസികളിൽ വളരെ വലിയ ഗണനീയമായ ഒരു വിഭാഗം നിരന്തരം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, അവരിലേക്ക് വാർത്തകൾ എത്തിച്ചു കൊണ്ടിരിക്കുന്ന, അവരുടെ മറ്റ് അർത്ഥത്തിലുള്ള ഇൻഫർമേഷൻ ഉപയോഗിക്കുന്ന വലിയ ഒരു പ്ലാറ്റ്ഫോമാണ് മീഡിയ വൺ. അതിൻ്റെ ഒരു അംഗീകാരം കൂടിയാണ് ഗവൺമെൻറ് പ്രവാസികളിലേക്ക്, വലിയ ഒരു ലേബർ ഫോഴ്സായ പ്രവാസികളിലേക്ക് ഇത്തരം സംവിധാനങ്ങളുടെ അപ്ഡേറ്റ് എത്തുക എന്നുള്ള ഉദ്ദേശാർത്ഥം മീഡിയ വണ്ണിനെ തന്നെ സ്വീകരിക്കുന്നത് എന്നുള്ളത് അഭിമാനാർഹമായ ഒരു നേട്ടമാണ്. അത് മീഡിയ വൺ ഇന്ത്യയുടെ അന്താരാഷ്ട്ര മാധ്യമമാണ് എന്നാണ് ഞാനിതിനെ വിശേഷിപ്പിക്കുക. കാരണം ഇന്ത്യയുമായിട്ടും GCC രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ബ്രിഡ്ജ് എന്ന നിലക്ക് മീഡിയ വൺ 13 വർഷമായിട്ടുണ്ട്. അത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വ്യത്യസ്തങ്ങളായ ഗവൺമെൻറ് ഇവൻറ്റുകളിൽ മീഡിയ വൺ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതൊരു അലങ്കാരത്തിനല്ല, മറിച്ച് അവിടെ നടക്കുന്ന ചർച്ചകളും അവിടുത്തെ വ്യത്യസ്തങ്ങളായ ആശയങ്ങളും ആവിഷ്കാരങ്ങളും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് അത് എത്തിക്കുന്നതിൽ മീഡിയ വണ്ണിന് സാധിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് അത് തുടർച്ച ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അത് തുടർച്ച ഉണ്ടാവില്ല. തുടർച്ച മാത്രമല്ല, പുതിയ ഇവൻറ്റുകളിലേക്ക് കൂടി മീഡിയ വണ്ണിനെ കൊണ്ടുവരപ്പെടുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് മീഡിയ വൺ ഈ GLMCയിൽ കൂടി നമ്മൾ എത്തിപ്പെടുന്നത്. സൗദിയുടെ തൊഴിൽ മേഖലയിലും ആഗോളതലത്തിലെ ചലനങ്ങൾ പ്രതിഫലിക്കുന്നുണ്ട്. അതിന്റെ ഗുണവും കോട്ടവും നേരിടാൻ വിപണിയെ സജ്ജമാക്കുകയായിരുന്നു ഗ്ലോബൽ ലേബർ മാർക്കറ്റ് കോൺഫറൻസ്.